ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പും പോർക്കിറച്ചിയും വറുത്തരച്ച കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ പോർക്കിറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പോർക്കിറച്ചി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം വെളിച്ചെണ്ണ, അല്പം ചൊറുക്ക ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. സമയം കൊണ്ട് നമുക്ക് ഇറച്ചിയിലേക്കുള്ള വറുത്തരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ആണ് എടുത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാനാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറിയ ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ശരിക്കും ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പോർക്കിറച്ചിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നാടൻ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഈ ഇറച്ചിയിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്തത്, 4 പച്ചമുളക്, 5 വെളുത്തുള്ളിയും 5 ചുവന്നുള്ളിയും ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടപ്പത്തേക്ക് വെക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചേമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചേമ്പാണ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുള്ളത്. ചേമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വറുത്തരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കൂടുതൽ വേണ്ടവർക്ക് വെള്ളം കൂടുതൽ ചേർക്കാം. അപ്പോൾ ചാറ് കൂടുതലുണ്ടാകും.
ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഗ്യാസിൽ വെക്കുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് ഞാൻ ഇടുന്നില്ല, കാരണം ചേമ്പ് വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് വേറൊരു അടപ്പ് വെച്ച് മൂടി ആണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടപ്പത്തേക്ക് വെക്കാം. ചേമ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഒരു സവോള ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർക്കിറച്ചിയും ചേമ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. നന്നായി തിളച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ ചാറ് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് വേവിക്കാവുന്നതാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം.